ഹലോ ഓൾ, നമ്മൾ ഫൈനൈറ്റ് എലമെൻറ്റ് അനാലിസിൻ്റെ 6th മോഡ്യൂളാണ് ഈ പഠിക്കുന്നത്. ഫൈനൈറ്റ് എലമെൻറ്റ് അനാലിസിൻ്റെ 6th മോഡ്യൂളാണ് ക്യാഡിൻ്റെ 6th മോഡ്യൂളും. ഫൈനൈറ്റ് എലമെൻറ്റ് അനാലിസിൻ്റെ സെക്കൻഡ് പാർട്ട് 2 ഡയമെൻഷണൽ FEA അനാലിസിസ്. അതിൻ്റെ അകത്തെ കാര്യങ്ങൾ ഏതൊക്കെയാണ് എലമെൻറ്റുകൾ, ട്രയാങ്കുലർ, റെക്ടാങ്കുലർ എലമെൻറ്റുകൾ, അതിനെ എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യുന്നു, ഏതൊക്കെ തരം പ്രോബ്ലംസ് ഉണ്ട്, പ്ലെയിൻ സ്ട്രെസ് പ്രോബ്ലം, പ്ലെയിൻ സ്ട്രെയിൻ പ്രോബ്ലം, ഏതൊക്കെ ടൈപ്പ് എലമെൻറ്റുകളുണ്ട്, അതായത് LST, CST. LST എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീനിയർ സ്ട്രെയിൻ ട്രയാങ്കുലർ എലമെൻറ്റ്, അത് മാത്രമേ നമ്മൾ കണ്ടുള്ളൂ. ലീനിയർ കണ്ടില്ല, നമ്മൾ കണ്ടത് CST ആണ്, കോൺസ്റ്റൻറ്റ് സ്ട്രെയിൻ ട്രയാങ്കുലർ എലമെൻ്റ് ആണ്. അതിനുശേഷം ഇൻ്റർപോളേഷൻ ഫംഗ്ഷൻ്റെ ഉപയോഗം, ഷേപ്പ് ഫംഗ്ഷൻ്റെ ഉപയോഗം, ആ കാര്യങ്ങളൊക്കെ കണ്ടു. പിന്നെ നമ്മൾ സ്ട്രെയിൻ ഡിസ്പ്ലേസ്മെൻറ്റ് മെട്രിക്സിൻ്റെ ഡെറിവേഷൻ നമ്മൾ കണ്ടു. സ്ട്രെസ് സ്ട്രെയിൻ റിലേഷൻഷിപ്പ് മെട്രിക്സിൻ്റെ ഡെറിവേഷൻ കണ്ടു ഫോർ എ 2 ഡയമെൻഷണൽ എലമെൻറ്റ്. പിന്നെ അതിനുശേഷം നമ്മൾ ഈ മോഡ്യൂളിൽ പഠിച്ചത് എന്തൊക്കെയായിരുന്നു? ജനറൽ ഫൈനൈറ്റ് എലമെൻറ്റ് മെത്തേഡിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചു. ഇൻ്റഗ്രൽ B ട്രാൻസ്പോസ് dV എന്ന് പറയുന്ന ഇക്വേഷൻ. അതിൻ്റെ അകത്ത് നമ്മൾ ഡെറൈവ് ചെയ്തെടുത്തു ഷേപ്പ് ഫംഗ്ഷൻ വെച്ച്. പിന്നെ ഈ ഐസോപാരാമെട്രിക് എലമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്തുവാ? സൂപ്പർ പാരാമെട്രിക് എലമെൻറ്റ്, സബ് പാരാമെട്രിക് എലമെൻറ്റ്. ഓക്കെ, എൻ്റെ എല്ലാം ഫീൽഡ് വേരിയബിളിൻ്റെ വാല്യൂസ് ഡിസ്പ്ലേസ്മെൻറ്റിനും രണ്ട് കാര്യങ്ങൾ, അതിൻ്റെ ജോമെട്രി ഡിഫൈൻ ചെയ്യാനും ഡിസ്പ്ലേസ്മെൻറ്റിനും സെയിം ആണെങ്കിൽ, നോഡൽ വാല്യൂ സെയിം ആണെങ്കിൽ നമ്മളതിനെ ഐസോപാരാമെട്രിക് എന്ന് പറയുന്നു. പിന്നെ സൂപ്പർ പാരാമെട്രിക് എന്തുവാണ്, സബ് പാരാമെട്രിക് എന്തുവാ, അതിൻ്റെ ഡെറിവേഷൻ. പിന്നെ അതിൻ്റെ ഷേപ്പ് ഫംഗ്ഷൻ്റേതായിട്ടുള്ള ഇക്വേഷൻ്റെ ഡെറിവേഷൻ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ ഈ മോഡ്യൂളിൽ നമ്മൾ പഠിച്ചത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ജസ്റ്റ് ഒരു ചെറിയ ടോപ്പിക്ക് മാത്രമാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക്കാണ്, സിലബസിൽ അത് കിടപ്പുണ്ട്. എന്തുവാണ് ഗോസ് ക്വാഡ്രേച്ചർ എന്ന് പറയുന്നത്? അതാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ കാണുന്നത് ന്യൂമറിക്കൽ ഇൻ്റഗ്രേഷനാണ്. അപ്പം ന്യൂമറിക്കൽ ഇൻ്റഗ്രേഷൻ ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ ടു പ്ലെയിൻ സ്ട്രെസ് പ്രോബ്ലം. നമ്മൾ മാത്തമാറ്റിക്സിൻ്റെ ഒത്തിരി കാര്യങ്ങൾ ഈ പറയുന്ന വർഷങ്ങളിൽ പഠിച്ചിട്ടുണ്ട്. അപ്പം പ്രധാനമായിട്ടും അതിൻ്റെ മാത്തമാറ്റിക്കൽ ആപ്ലിക്കേഷനിലാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. മാത്തമാറ്റിക്കലിൽ ആയിട്ട് എങ്ങനെ സോൾവ് ചെയ്യാം, ഓരോ മെത്തേഡുകളാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പം ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആപ്ലിക്കേഷൻ, അതെങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്ത് റിയൽ ലൈഫിൽ ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ് ആക്ച്വലി നമ്മളിതിൻ്റെ അത് പ്രധാനമായിട്ട് പഠിക്കുന്നത്. അങ്ങനത്തെ ഒരു മെത്തേഡാണ് ഗോസ് എലിമിനേഷൻ മെത്തേഡ്. അതെങ്ങനെയാണ് വന്നത്? ഗോസ് എലിമിനേഷൻ മെത്തേഡിൻ്റെ വേറൊരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരാം. അത് ആക്ച്വലി നോട്ട് ക്രിയേറ്റഡ് ബൈ മീ. സോ എന്താണ് ന്യൂമറിക്കൽ ഇൻ്റഗ്രേഷൻ? നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു. ഒരു ഇറഗുലറായിട്ടുള്ളൊരു ഡൊമൈൻ വരുമ്പോഴത്തേക്ക് അവിടെ സ്ട്രെയിറ്റ് ലൈൻസോ കോർണേഴ്സോ ഒന്നും തന്നെ കാണത്തില്ല. ഓക്കെ, കേർവ്ഡ് ആയിട്ടുള്ള ഒരു ഡൊമൈൻ ആയിരിക്കാൻ വരിക. അപ്പോൾ അതിനെ നമുക്ക് കൃത്യമായിട്ട് റെപ്രസെൻ്റ് ചെയ്യണം. ഇപ്പോൾ ആ കേർവിൻ്റെ അടിയിലുള്ള ഏരിയ നമുക്ക് കണ്ടുപിടിക്കണം. നമുക്കത് ഇൻ്റഗ്രലൊക്കെ ഇൻ്റഗ്രേഷനൊക്കെ ചെയ്ത് നമുക്ക് ചെയ്യാം. അതാണ് ആക്ച്വലി ന്യൂമറിക്കൽ ഇൻ്റഗ്രേഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം ഒരു ഇറഗുലർ ഡൊമൈൻ്റെ അക്യുറേറ്റ് റെപ്രസെൻറ്റേഷൻ ചെയ്യണമെങ്കിൽ നമുക്ക് എന്താ ചെയ്യണം? സാധാരണഗതിയിലുള്ള പോലെ തന്നെ നമുക്ക് റിഫൈൻഡ് ആയിട്ടുള്ള മെഷേഴ്സ് അല്ലെങ്കിൽ ഇറഗുലറി ഷേപ്ഡ് ആയിട്ടുള്ള കർവിലീനിയർ എലമെൻറ്റുകൾ ഉപയോഗിച്ച് നമുക്ക് അതിനെ ആക്ച്വലായിട്ട് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. അതായത് ഞാനിപ്പോൾ പറഞ്ഞ പോലെ ആ വലിയൊരു ബോഡിയെ, വലിയ ഒരു റെഗുലറായിട്ടുള്ള ആ ഒരു ഷേപ്പിനെ നമുക്കൊരിക്കലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതിന് പകരം അതിനെ നമ്മൾ റിഫൈൻ ചെയ്യും, ചെറിയ 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 കർവി ലീനിയർ എലമെൻറ്റുകളാക്കും. എന്നിട്ട് അതിനെ നമ്മൾ ന്യൂമറിക്കൽ ഇൻ്റഗ്രേഷൻ ചെയ്യും. അങ്ങനെയാണ് നമുക്ക് ആ ഇറഗുലർ ഡൊമൈൻ്റെ അല്ലെങ്കിൽ ഇറഗുലറായിട്ടുള്ള ആ ഷേപ്പിൻ്റെ ഒരു അക്യുറേറ്റ്, ഒരു മിനിമം ലെവൽ ഓഫ് അക്യുറസി വെച്ച് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാൻ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ, ഒരു നോൺ റെക്ടാങ്കുലർ റീജിയന് നമുക്കൊരിക്കലും റെക്ടാങ്കുലർ എലമെൻറ്റുകൾ വെച്ച് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, റെക്ടാങ്കുലർ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. നമുക്ക് നോൺ റെക്ടാങ്കുലർ, ഇപ്പോൾ ഒരു സെമി സർക്കുലറായിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു ഷേപ്പാണെന്ന് വെച്ചോ. അപ്പോൾ അതിനെ നമുക്ക് ഇത് വെച്ച് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുമോ? കുറേ റെക്ടാങ്കുലറിൻ്റെ കൂട്ടം വെച്ച് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ക്വാഡ്രിലാറ്ററൽ എലമെൻറ്റുകളാണ്. ഓക്കെ, ക്വാഡ്രിലാറ്ററലും റെക്ടാങ്കുലറും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ക്വാഡ്രിലാറ്ററൽ കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആണ് എന്നുള്ളതാണ്. അപ്പം നമുക്കറിയുകയും ചെയ്യുക, ഓൾറെഡി നമ്മൾ കണ്ടു, ഇൻ്റർപോളേഷൻ ഫങ്ഷൻസ് നമുക്ക് റെക്ടാങ്കുലർ എലമെൻറ്റിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ,
അപ്പം അപ്പം നമുക്കതിൻ്റെ റെക്ടാങ്കുലർ ജോമെട്രീസിനെ എക്രോസ് ആയിട്ടുള്ള ഇൻ്റഗ്രൽസ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. അപ്പം സാധാരണ ചെയ്യുന്നത് നമ്മൾ ഒരു ക്വാഡ്രിലാറ്ററൽ എലമെൻറ്റുകൾ ഉപയോഗിച്ച് ഈ പറയുന്ന ഇറഗുലർ ഷേപ്പിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യിക്കും. എന്നിട്ട് അതിനെ നമ്മൾ ട്രാൻസ്ഫോം ചെയ്യും. ഓക്കെ, റെക്ടാങ്കുലർ ഇതിൻ്റെ ബേസിസിലുള്ള ഫൈനൈറ്റ് എലമെൻറ്റ് ഇൻ്റഗ്രൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിട്ട് അതിനെ നമ്മൾ ട്രാൻസ്ഫോം ചെയ്യും. ഓക്കെ, മനസ്സിലായോ? ഇത് മനസ്സിലായോ? കൂടുതലൊന്നുമില്ല. നമ്മളൊരു ഇറഗുലർ ആയിട്ടുള്ള ഒരു ഷേപ്പിനെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് റെക്ടാങ്കുലർ എലമെൻറ്റിന് പകരം ക്വാഡ്രിലാറ്ററൽ എലമെൻറ്റ് നമ്മൾ ഉപയോഗിക്കും. ഓക്കെ, കാരണമല്ല, നമുക്കറിയാം ഒരു റെക്ടാങ്കുലർ ആയിട്ടുള്ള എലമെൻറ്റിൻ്റെ ഇൻ്റർപോളേഷൻ ഫംഗ്ഷൻ വളരെ എളുപ്പം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ നമ്മുടെ കയ്യിലുള്ളത് ക്വാഡ്രിലാറ്ററൽ ആയിട്ടുള്ള എലമെൻറ്റുകൾ വെച്ചാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പം ക്വാഡ്രിലാറ്ററൽ ആയിട്ടുള്ള എലമെൻറ്റിനെ നമ്മൾ ട്രാൻസ്ഫോം ചെയ്യും റെക്ടാങ്കുലർ ഫൈനൈറ്റ് എലമെൻറ്റ് ഇൻ്റഗ്രൽ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട്. അപ്പോൾ അത് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ആക്ച്വലി ഗോസ് എലിമിനേഷൻ മെത്തേഡ്, അല്ലെങ്കിൽ ഗോസ് ക്വാഡ്രാച്ചർ എന്ന് പറയുന്ന മെത്തേഡ്. ഇത്രയും നിങ്ങൾ തൽക്കാലം മനസ്സിലാക്കിയാൽ മതി. കൂടുതൽ ഡീപ്പായിട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല. ജസ്റ്റ് എന്തുവാ ഗോസ് ക്വാഡ്രാച്ചർ, അല്ലെ ആ മെത്തേഡിൻ്റെ ആവശ്യകത, അല്ലെ മെത്തേഡിൻ്റെ ഉപയോഗം എന്താണെന്ന് ജസ്റ്റ് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഓക്കെ, അപ്പം നമ്മൾ ശരിക്കും ചെയ്യുന്നത് ഈ കോംപ്ലിക്കേറ്റഡ് എക്സ്പ്രഷൻസിനെ നമ്മൾ ക്വാഡ്രിലാറ്ററൽ എലമെൻ്റ് ആക്കി ആ രീതിയിൽ അതിനെ റെപ്രസെൻ്റ് ചെയ്യും. അപ്പോൾ അതൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എക്സ്പ്രഷനാണ്. അതിന് നമ്മൾ റെക്ടാങ്കുലർ എലമെൻറ്റിൻ്റെ കോർഡിനേറ്റ്സിൻ്റെ ടേംസിൽ അതിനെ നമ്മൾ ട്രാൻസ്ഫോം ചെയ്യും. അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഗോസിയൻ ക്വാഡ്രേച്ചർ, അല്ലെ ന്യൂമറിക്കൽ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് ഇത്. അപ്പം ന്യൂമറിക്കൽ ഇൻ്റഗ്രേഷൻ നമുക്ക് പല രീതിയിൽ നമുക്ക് ചെയ്യാം. പ്രധാനമായിട്ട് ഇപ്പം ഇൻ്റഗ്രൽ, ഇപ്പോൾ നമ്മളൊരു 1 ഡയമെൻഷൻ ഇൻ്റഗ്രൽ ഫോമായി എടുക്കുന്നു ഒരു പ്രോബ്ലത്തിൻ്റെ വാലുവേറ്റ് ചെയ്യാനായിട്ട്. അതായത് i=1 to 1 f(x) dx. അപ്പോൾ അതാണ് നമ്മൾ എടുക്കുന്നത്. ഇത് റെക്ടാങ്കുലർ കോർഡിനേറ്റിൻ്റെ രീതിയിൽ അതിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഓൾറെഡി മറ്റേ ക്വാഡ്രിലാറ്ററൽ ഫോമിൽ എന്നൊക്കെ പറയുന്ന ഇൻ്റഗ്രൽ വേറെ ഏതെങ്കിലും ടു ഏതെങ്കിലും ആയിരിക്കാം. ഓക്കെ, അപ്പോൾ അതിനെ ഈ ഒരു ഫോമിലാക്കി നമ്മൾ മാറ്റണം. അതിനുവേണ്ടിയാണ് നമ്മൾ പ്രധാനമായിട്ടും ഗോസിയൻ ക്വാഡ്രേച്ചർ ഉപയോഗിക്കുന്നത്. ഇതൊരു എന്താണ് 1 ഡയമെൻഷൻ ഇൻ്റഗ്രൽ ഫോമാണ്, f(x) dx. ഓക്കെ, ജസ്റ്റ് ഇത് മനസ്സിലാക്കുക. ഇത് ഹൈ മാത്തമാറ്റിക്കൽ രീതിയിൽ എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. ബട്ട് ഞാൻ എൻ്റെ വീഡിയോസ് സെൻഡ് ചെയ്ത് തരാം അത് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ ഒരു ഗോസിയൻ ക്വാഡ്രേച്ചർ അപ്രോച്ചിൽ നമ്മൾ ഈ i=1 to 1 f(x) dx എന്ന് പറയുന്നതിന് ഇവാലുവേറ്റ് ചെയ്യുന്നത് ഈ പറയുന്ന രീതിയിലാണ്. ഓക്കെ, അപ്പോൾ നമ്മളൊരു n പോയിൻ്റ് അപ്രോക്സിമേഷനായി ഇത് ചെയ്യുന്നതെന്ന് വെച്ചോ. ഓക്കെ, അപ്പോൾ n ഇൻ്റഗ്രൽ പോയിൻറ്റുകളുണ്ട്. ഓക്കെ, അല്ലെ നമ്മളതിനെ ഓൾറെഡി ഞാൻ പറഞ്ഞു, നമ്മുടെ ഒരു വലിയൊരു കേവിനെ നമ്മൾ എടുക്കുവാണെങ്കിൽ അതിനെ ചെറിയ ചെറിയ പാർട്ടുകളായിട്ട് അതിനെ ഇത് ചെയ്യും. അപ്പോൾ ഓരോ കേവിനും ഓരോ ഇക്വേഷൻ, ഓരോ ഫംഗ്ഷനാണ് അത് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതാണ് ഈ കാണിച്ചേക്കുന്നത്. അപ്പം (-1 to 1 f(x) dx ആ ടോട്ടലായിട്ടുള്ള ഇതിനെ നമ്മൾ പറയുന്നു ഈക്വൽ ടു w1 f1 x1 പ്ലസ് w2 f2 x2 f2 ഇല്ല fx2 പ്ലസ് എക്സെട്ര എക്സെട്ര wn. നമ്മൾ n പോയിന്റ് വരെ ഇത് ചെയ്യുന്നത് f(x) n. ഓക്കെ, ഇതിൻ്റെ അത് f(x) w1 w2 എന്ന് പറയുന്ന വെയിറ്റ് ആണ്. അപ്പോൾ ഓരോ പോയിന്റിലും വെയിറ്റ് ഇടുന്നതിനനുസരിച്ചാണ് ഈ പറയുന്ന ഫംഗ്ഷൻ സെയിം ആണ്. പക്ഷെ ഫംഗ്ഷൻ്റെ അകത്തെ കോർഡിനേറ്റ് എക്സിന് മാത്രമേ വ്യത്യാസം വരുന്നു. ഫംഗ്ഷന് വെയിറ്റ്, നമ്മളിപ്പം ഒരു ചെറിയ കയറെടുത്തു, കയറിൻ്റെ അകത്ത് ഓരോ ഭാഗത്തും വെയിറ്റ് ഇടുന്നതിനനുസരിച്ചല്ലേ നമുക്ക് ആ പറയുന്ന കേർവ് ഉണ്ടായി വരുന്നത്. അതുപോലെ തന്നെയാണ് ഇതും. ഇപ്പം ആദ്യത്തെ 2 പോയിന്റ് എടുത്ത് x1 x2 അതിൻ്റെ ഇടയ്ക്കുള്ളതായിരിക്കും ഈ f(x1) എന്ന് പറയുന്നത് ആ കേർവ്. ഓക്കെ, f(x1) ആ കേർവ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു വെയിറ്റ് ഇടുമ്പോഴത്തേക്കാണ് ഈ പറയുന്ന കേർവ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, മനസ്സിലായി? ജസ്റ്റ് സിമ്പിളായിട്ട് നിങ്ങളൊന്ന് ആലോചിച്ചാൽ നിങ്ങൾക്ക് പിടികിട്ടും. f(x) എന്ന് പറയുന്നത് നോർമൽ ഫംഗ്ഷൻ, x1 എന്ന് പറയുന്നത് കോർഡിനേറ്റ് ലാസ്റ്റ് ഫംഗ്ഷൻ ഇടുമ്പം കിട്ടുന്ന ഫംഗ്ഷണൽ വാല്യൂ. ഓക്കെ, w1 എന്ന് പറയുന്നത് അവിടെ നമ്മൾ കൊടുക്കുന്ന വെയിറ്റ് ആണ്. വെയിറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് വെയിറ്റിൻ്റെ വാല്യൂവിനനുസരിച്ച് ഇപ്പം നേരെ ഈ കിടക്കുന്ന ഒരു കയറാന്ന് വെച്ചു, അതിൻ്റെ ഇടയ്ക്ക് കൊണ്ടൊരു വെയിറ്റ് ഇട്ടു, 2 പോയിന്റിൻ്റെ ഇടയ്ക്ക് വെയിറ്റ് ഇടുമ്പോഴത്തേക്ക് ആ ഭാഗത്തോട്ട് താഴത്തില്ലേ. അപ്പോൾ ആ എത്ര വെയിറ്റ് ഇടുന്നോ അതിനനുസരിച്ചല്ല നമ്മൾ താഴുന്നത്. ഇതിനൊരു സ്റ്റിഫ്നെസ് ഉണ്ടാവും.
ഏത് മെറ്റീരിയൽ ആണെങ്കിലും ഒരു സ്റ്റിഫ്നെസ് ഉണ്ടാവും. ഇപ്പോൾ ഒരു കമ്പിയാണ് വെക്കുന്നത്, അപ്പം ചെറിയ വെയിറ്റ് ഇടുന്നത് ചെറിയ രീതിയിൽ ഇത് വളയത്തുള്ളൂ, വലിയ വെയിറ്റ് ഇടുന്ന ആ വലിയ രീതിയിൽ വളയും. ഓക്കെ, അപ്പോൾ ആ വെയിറ്റ് വെച്ച് ആണ് നമ്മളിതിനെ ഈ പറയുന്ന ഫൈനൽ ഫോമിലോട്ട് എത്തുന്നത്. ഇതിൻ്റെ അത് x1 x2 x3 xn എന്ന് പറയുന്ന സാമ്പിളിംഗ് പോയിന്റ് ആണ്, അല്ലെങ്കിൽ ഗോസ് പോയിന്റ്സ് എന്ന് പറയും. ഓക്കെ, ഗോസിയൻ ക്വാഡ്രേച്ചറിൻ്റെ പ്രധാനപ്പെട്ട ഇതെന്ന് പറഞ്ഞാൽ ഇത് നമുക്കൊരു എക്സാക്റ്റ് ആൻസർ നമുക്ക് തരും ആ ഒരു f of x എന്ന് പറയുന്ന പോളിനോമിയലിന്. ഇപ്പോൾ നമുക്ക് n വെയ്റ്റ്സും n ഗോസിയൻ പോയിന്റ്സും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കതിന് ഒരു എക്സാക്റ്റ് ആൻസർ തരും. ഓക്കെ, ഈ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഒരു 1 പോയിന്റ് ഫോർമുല എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ 1 പോയിന്റ് ഫോർമുല എടുത്ത് അതിൻ്റെ അത് n എന്ന് പറയുന്ന ഗോസ് പോയിന്റ് എന്ന് പറയും, n എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, അപ്പോൾ ഇൻ്റഗ്രൽ -1 to 1 f of x dx ഈക്വൽ ടു w1 f x1, കാരണം ഒറ്റ പോയിന്റേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അത് 2 പാരാമീറ്റർ ഉണ്ട്, ഓൾറെഡി നിങ്ങളത് കണ്ടു, x1 ഉം w1 ഉം. x1 എന്ന് പറയുന്നത് എന്താണ്, അവിടുത്തെ ഗോസ് പോയിന്റ്. w1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ വെയിറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് f of x എന്ന് പറയുന്നത് ഒരു സിംഗിൾ ഓർഡർ ആയിട്ടുള്ള ഒരു പോളിനോമിയലാണ്. സിംഗിൾ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ x1 വരെ വരത്തുള്ളൂ. ഓക്കെ, സോ അപ്പോൾ നമ്മൾ f of xനെ നമ്മൾ ഇത് എടുക്കുന്നത് a0 പ്ലസ് നമ്മൾ ജസ്റ്റ് കൺസിഡർ ചെയ്യുകയാണ്. ഇഫ് f of x ഈക്വൽ ടു a0 പ്ലസ് a1 x1 എന്നപ്പോൾ നമുക്ക് വേണ്ടത് ഇതിൻ്റെ അകത്തൊരു എറർ വാല്യൂ ഉണ്ട്. ഈ എറർ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. ഈ എറർ വാല്യൂ എത്രത്തോളം കുറഞ്ഞിരിക്കുന്നു അത്രത്തോളം എക്സാക്റ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്ന ആൻസർ. ഓക്കെ, ഈ എറർ വാല്യൂ എന്ന് പറഞ്ഞാൽ ശരിക്കുള്ള ആ കേവിൻ്റെ ഇക്വേഷൻ f of x ഈക്വൽ a0 പ്ലസ് a1 x1 ആണ്. ഓക്കെ, അപ്പം നമ്മൾ ഈ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എറർ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് ഇത് രണ്ടും തമ്മിൽ മൈനസ് ചെയ്താൽ മതി. നേരത്തെ നമ്മൾ കണ്ട 6.103 ഇക്വേഷൻ കണ്ട പോലെ ഇൻ്റഗ്രൽ -1 to 1 f of x dx ഈക്വൽ ടു w1 f of x1. ഇതിൻ്റെ അത് എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ ഇൻ്റഗ്രൽ -1 to 1 f of x dx മൈനസ് w1 f of x1 കണ്ടുപിടിച്ചാൽ പോരെ. നമ്മൾ ആദ്യം f of xന് പകരമായിട്ടാണ് ഈ a0 പ്ലസ് a1 x1 ഇടുന്നത്. അപ്പോൾ എറർ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ -1 to 1 a0 പ്ലസ് a1 x dx മൈനസ് w1 f of x1 ഈക്വൽ ടു 0. അപ്പോൾ ഇതിൻ്റെ എറർ വാല്യൂ നമ്മൾ ആ ഇൻ്റഗ്രൽ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എറർ വാല്യൂ കിട്ടും. അപ്പം എറർ വാല്യൂ നമ്മൾ ഫൈനലായിട്ടുള്ള വാല്യൂ നമ്മൾ കണ്ടുപിടിക്കും. 2a0 മൈനസ് w1 a0 പ്ലസ് a1 x1 ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ ഈ പടം നോക്കിയാൽ മതി. നമ്മുടെ ഈ f of x എന്ന് പറയുന്നതാണ് ആ കാണുന്ന കേവ്. ഓക്കെ, നമുക്കിതിൻ്റെ അകത്ത് എഫക്റ്റീവായിട്ടുള്ള ഏരിയ ആണ് നമുക്ക് കിട്ടേണ്ടത്. ഓക്കെ, ഇത് 1 പോയിന്റ് ഗോസ് ക്വാഡ്രേച്ചറിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. അപ്പം ഫോർ എക്സാമ്പിൾ ഈ നമുക്ക് കിട്ടുന്ന എറോ നമ്മൾ 0 ആക്കി. അപ്പോൾ നമുക്ക് 0 ആക്കാൻ വേണ്ടി നമ്മളിതിനെല്ലാം ഡെറൈവ് ചെയ്ത് കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് w1 വാല്യൂ കിട്ടും, x1 വാല്യൂ കിട്ടും. w1 ഈക്വൽ ടു 2, x1 ഈക്വൽ ടു 0. അപ്പോൾ ഒരു ജനറലായിട്ടുള്ള ഒരു ഇതിന് നമുക്ക് i ഈക്വൽ ടു ഇൻ്റഗ്രൽ f of x ഈക്വൽ ടു f of x dx ഈക്വൽ ടു 2 of f of 0 എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടും. കാരണം x1 0 ആണ്, f of x1 w1 ഇത് പഴയ ഫോമാണ്. അതായത് i ഈക്വൽ ടു ഇൻ്റഗ്രൽ -1 to 1 f of x dx ഈക്വൽ ടു എന്തായിരുന്നു, w1 ഇൻറ്റു f of x1. ഇതിൻ്റെ w1 എന്ന് പറയുന്നത് 2 ആണ്, അതുകൊണ്ടാണ് 2 ഇൻറ്റു f of x1 എന്ന് പറഞ്ഞാൽ എന്തോ x1 ഇവിടെ 0 ആണ്, f of 0. അപ്പോൾ ആ ഫൈനലായിട്ടുള്ള ആ ജനറൽ ഫോമാണ് എഴുതി വെച്ചേക്കുന്നത്. ഓക്കെ, ഈ കേവ് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും. ഈ f0 എന്തോ ആണ്, നമ്മൾ എററിനെ നമ്മൾ 0 ആക്കുക. ഈ ഇപ്പം കാണിച്ചേക്കുന്ന ഈ കേവിനെ 2 എൻഡായിട്ട് നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ എഫക്റ്റീവായിട്ട് ഏരിയ നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് അവിടുത്തെ ആ റെക്ടാങ്കിളിൻ്റെ ഏരിയ തന്നെ വരും. കാരണം ഒരിടത്ത് കുറയുന്നത് മറ്റേ സൈഡിൽ, ഒരിടത്ത് താന്ന് കിടക്കുന്നത് മറ്റേ സൈഡിൽ പൊങ്ങുന്നുണ്ട്. അപ്പോൾ അത് രണ്ടും കോമ്പൻസേറ്റഡ് ആണ്. ഓക്കെ, ജസ്റ്റ് നിങ്ങൾ ഈ കൺസെപ്റ്റ് മാത്രം എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. കൂടുതൽ ഏതെങ്കിലും യൂട്യൂബ് വീഡിയോയോ മാത്സിൻ്റെ സാറിനോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞുതരും. ഓക്കെ, 1 പോയിന്റ് ഫോർമുല വെച്ചാണ് നമ്മളിപ്പം പഠിച്ചത്. ഇനി നമ്മൾ 2 പോയിന്റ് ഫോർമുല എടുക്കും. അതായത് n ഈക്വൽ ടു 2. പഴയതുപോലെ തന്നെ ഇൻ്റഗ്രൽ -1 to 1 f of x dx. ഇപ്പോൾ 2 പോയിന്റ് ഉള്ളതുകൊണ്ട് എത്ര വെയിറ്റ് ഉണ്ടാവും, 2 വെയിറ്റ് ഉണ്ടാവും. എത്ര ഗോസ് പോയിന്റുകൾ ഉണ്ടാവും, 2 ഗോസ് പോയിന്റ്. അതായത് w1 f of x1 പ്ലസ് w2 f of x2. അപ്പോൾ നമുക്ക് 2 പാരാമീറ്റേഴ്സാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ളത്, വെയിറ്റും ഗോസ് പോയിന്റും. അപ്പം വെയിറ്റും 2 ഉണ്ട്, w1 w2. ഗോസ് പോയിന്റും 2 ഉണ്ട്, x1 x2. അപ്പം ഇതിൻ്റെ ആ സൊല്യൂഷൻ നമ്മൾക്ക് ഉപയോഗിക്കണമെങ്കിൽ f of x തന്നെ നമ്മൾ ഉപയോഗിക്കുന്നത്
4 പാരാമീറ്റേഴ്സ് ഉള്ളത് കൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ ക്യൂബിക് പോളിനോമിയലാണ്. നേരത്തെ നമ്മൾ ഉപയോഗിച്ച സിംഗിൾ പോളിനോമിയലാണ്, അതായത് A0 പ്ലസ് A1 എക്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ നമ്മൾ ഉപയോഗിക്കുന്നത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു A0 പ്ലസ് A1 എക്സ് പ്ലസ് A2 എക്സ് സ്ക്വയർ പ്ലസ് A3 എക്സ് ക്യൂബ്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന രണ്ട് ഇക്വേഷനും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എറർ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കും. എറർ വാല്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ W1-ൻ്റെയും W2-ൻ്റെയും എക്സിൻ്റെയും ഒക്കെ വാല്യൂസ് നമുക്ക് കിട്ടും. അപ്പം എറർ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൈനസ് ചെയ്യും. അതായത് ഇൻ്റഗ്രൽ -1 to 1 എഫ് ഓഫ് എക്സ് ഡി എക്സ്. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് എന്താ നമ്മൾ എടുക്കുന്നത്, A0 പ്ലസ് A1 എക്സ് പ്ലസ് A2 എക്സ് സ്ക്വയർ പ്ലസ് A3 എക്സ് ക്യൂബ് ഡി എക്സ്. ഓക്കെ, അപ്പം എഫ് ഓഫ് എക്സ് ഡി എക്സ് മൈനസ് W1 എഫ് എക്സ് 1 മൈനസ് W2 എഫ് എക്സ് 2 ഓവറോൾ മൈനസ് ആണ്. അതായത് മൈനസ് W1 എഫ് എക്സ് 1 മൈനസ് W2 എഫ് എക്സ് 2. അപ്പം നമ്മളതിനെ 0 വാല്യൂ കിട്ടാൻ വേണ്ടി അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക്, അതായത് ഇത് ഈക്വൽ ടു 0 ആണ് നമുക്ക് എപ്പോഴും വേണ്ടത്. എറർ എപ്പോഴും മാക്സിമം എറർ എപ്പോഴും 0 അടുത്തുകൊണ്ടിരിക്കണം, എന്നാലേ നമുക്ക് അക്യുറേറ്റ് ആയിട്ടുള്ള വാല്യൂ നമുക്ക് കിട്ടുള്ളൂ. അപ്പം 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് W1-ൻ്റെ വാല്യൂ, W2-ൻ്റെ വാല്യൂ, X1 വാല്യൂ, X2-ൻ്റെ വാല്യൂ ഒക്കെ നമുക്ക് കിട്ടും. ഓക്കെ, ഇതൊരു നോൺ ലീനിയർ ഇക്വേഷൻ ഒരു യൂണിക് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ W1 W2 ഈക്വൽ ടു 1 മൈനസ് X1 ഈക്വൽ ടു X2 ഈക്വൽ ടു 1/√3. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് എന്തുവാ കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു എൻ പോയിൻറ്റ് ഗോസിയൻ ക്വാഡ്രേച്ചർ ഓൾമോസ്റ്റ് ഒരു എക്സാക്റ്റ് ആൻസർ നമുക്ക് പ്രൊവൈഡ് ചെയ്യും if f is a polynomial of order 2n-1 or less. അപ്പം നമ്മുടെ കണ്ടീഷനാണ് നമുക്ക് ഇങ്ങനത്തെ ക്വാഡ്രേച്ചർ നമുക്ക് എക്സാക്റ്റ് ആയിട്ടുള്ള ആൻസർ കിട്ടാൻ. എക്സാക്റ്റ് ആൻസർ കിട്ടുന്നത് എങ്ങനെ, എറർ 0 ആകുമ്പോഴത്തേക്കാണ് എക്സാക്റ്റ് ആയിട്ടുള്ള ആൻസർ നമുക്ക് തരുന്നത്. എപ്പോഴാണ് പോളിനോമിയലിൻ്റെ ഓർഡർ, അതായത് എക്സിൻ്റെ ഓർഡർ. ഇപ്പം നമ്മൾ ഇപ്പം n എന്ന് പറയുന്ന പോയിൻ്റ് ഉണ്ട്, ഇപ്പം 2 പോയിൻ്റ് നമ്മൾ കൺസിഡർ ചെയ്ത്. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന എക്സിൻ്റെ ഇത് എത്രയാണ്, 2 into n 4 മൈനസ് 1 3 ഓർഡറോ അതിനേക്കാളും താന്നായിട്ടുള്ള ഒരു പോളിനോമിയൽ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കിത് കിട്ടും. ഇത് ഓൾറെഡി പ്രൂവ് ചെയ്തെടുത്തേക്കുന്നതാണ്, നിങ്ങളത് മനസ്സിലാക്കിയാൽ മതി. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ചിലപ്പോൾ ഡൗട്ട് വരും, 1 പോയിൻ്റ് എടുത്തപ്പോഴത്തേക്ക് എന്തുകൊണ്ട് A0 പ്ലസ് A1 എക്സ് എടുത്തു, എന്നിട്ട് എന്തുകൊണ്ട് 2 പോയിൻ്റ് വന്നപ്പോഴത്തേക്ക് എഫ് ഓഫ് എക്സിന് പകരം ഈക്വൽ ടു A0 പ്ലസ് A1 എക്സ് പ്ലസ് A2 എക്സ് സ്ക്വയർ പ്ലസ് A3 എക്സ് സ്ക്വയറിന് പകരം നമ്മളെടുത്ത് എക്സ് സ്ക്വയർ പ്ലസ് A3 എക്സ് ക്യൂബ് വരെ എടുത്തു എന്നുള്ളത് ചിലപ്പോൾ ചോദിക്കും. എന്തുകൊണ്ട് നമ്മൾ A4 x⁴ എടുത്തില്ല എന്നും ചിലപ്പോൾ ചോദിച്ചെന്ന് വരാം. ഓക്കെ, അതിനുള്ള ആൻസറാണ് ഈ പറഞ്ഞേക്കുന്നത്. നമുക്ക് എക്സാക്റ്റ് ആയിട്ടുള്ള ആൻസർ കിട്ടാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന പോളിനോമിയലിൻ്റെ ഓർഡർ 2n-1 അതിൽ താഴെയോ ആയിരിക്കണം. ഓക്കെ, ഓൾറെഡി പറഞ്ഞ പോലെ ഗോസ് ക്വാഡ്രാച്ചർ എന്ന് പറയുന്നത് ഒരു ന്യൂമറിക്കൽ ഇൻ്റഗ്രേഷൻ മെത്തേഡാണ്. എന്തിനുള്ളതാണ്, ടു കാൽക്കുലേറ്റ് ദ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസ്. ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു ഇൻ്റഗ്രലിനെ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇൻ്റഗ്രേഷൻ മെത്തേഡാണ്. അപ്പോൾ ഇൻ ഫൈനൈറ്റ് എലമെൻറ്റ് അനാലിസിസ് ഗോസ് ക്വാഡ്രേച്ചർ മെത്തേഡ് ഈസ് മോസ്റ്റ്ലി പ്രിഫേർഡ്. നമ്മൾ ഗോസ് ക്വാഡ്രേച്ചറാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. In this method, the numerical integration is achieved by the following expression: integral -1 to 1 f of x dx equal to integral I equal to 1 to n wi f of xi. അതിൻ്റെ അത് wi എന്ന് പറയുന്ന വെയിറ്റ് ഫംഗ്ഷൻ ആണ്. ഓൾറെഡി വെയിറ്റ് എന്തോ ആണെന്ന് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. ഓക്കെ, f of xi എന്ന് പറയുന്ന വാല്യൂസ് ഓഫ് ദ ഫംഗ്ഷൻ പ്രീ ഡിറ്റർമൈൻഡ് സാമ്പിളിംഗ് പോയിന്റ്. നമ്മൾ ഈ എടുക്കുന്ന എഫ് ഓഫ് എക്സ് ഐ എന്ന് പറയുന്ന നമ്മൾ നേരത്തെ ഡിറ്റർമൈൻ ചെയ്തിട്ടുള്ള സാമ്പിളിംഗ് പോയിന്റിലെ ഫംഗ്ഷനാണ്. ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഐ ഈസ് കാൽക്കുലേറ്റഡ്. അത് നമ്മൾ പല സാമ്പിളിംഗ് പോയിന്റിലാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഈക്വൽ 1 2 3 നമ്മൾ കണ്ടു ഗോസ് പോയിന്റുകളിലാണ്. എന്നിട്ട് ഈച്ച് വാല്യൂ എല്ലാം നമ്മൾ ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യം ഇവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് പറയുന്നത് ഈസ് മൾട്ടിപ്ലൈഡ് ബൈ വെയിറ്റ് ഫംഗ്ഷൻ wi. എന്നിട്ട് ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് വാല്യൂ ഓഫ് ഇൻ്റഗ്രേഷൻ കിട്ടും. ഓക്കെ, പിടികിട്ടിയില്ലേ? ഓക്കെ, അപ്പം അടുത്ത സ്ലൈഡിലൊരു ടേബിൾ കാണിക്കും. അത് ഗോസ് പോയിന്റുകൾ കാണിക്കുന്നതാണ്. അതിൻ്റെ കറസ്പോണ്ടിങ് വെയിറ്റ് ഫംഗ്ഷൻ കാണിക്കുന്നുണ്ട് പല പോയിന്റുകളിലുള്ള. അപ്പം ഗോസ് പോയിന്റിലെ ഫോർ ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ -1 to +1 f of x dx equal to sum of I equal to 1 to n wi f of xi. ഓക്കെ, ഇത് നമ്മൾ ഓൾറെഡി കണ്ട കാര്യമാണ്. ഇതിൻ്റെ ഒരു പല പോയിന്റിലേത് വെച്ച് സാമ്പിളിംഗ് പോയിന്റിലെ വെച്ച് അടുത്തത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഓർഡർ n to 1 മുതൽ 4 വരെയുള്ള ഓർഡറിൻ്റെയാണ് നമ്മൾ എടുത്തേക്കുന്നത്.
ഓക്കെ. ഇപ്പോൾ ആ ഫസ്റ്റ് നമ്പർ ഓഫ് പോയിൻറ്റ്സ് ഗോസ് പോയിൻറ്റ്സ് ഒരെണ്ണേ ഉള്ളെങ്കിൽ അതിൻ്റെ x1 ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ 0 ആണ്, നമ്മൾ ഓൾറെഡി കണ്ടു. വെയിറ്റ് എന്ന് പറഞ്ഞാൽ W1 ഒറ്റ വെയിറ്റേ ഉള്ളൂ 2, അതും നമ്മൾ കണ്ടു. ഇനി 2 പോയിൻ്റ് ആണെങ്കിൽ x1 x2 ഉണ്ട്, അതിൻ്റെ വാല്യൂസ് നമ്മൾ കണ്ടു. ±√1/3 അല്ലെങ്കിൽ ±0.0577 സംതിങ്. അതിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 1. 3ഉം 4ഉം നമ്മൾ കണ്ടില്ല. 3ഉം 4ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്കും x1ൻ്റെയും ഉണ്ട് x3യുടെയും വാല്യൂ ±√3/5. x2ൻ്റേത് 0. അവിടുത്തെ വെയിറ്റുകൾ എന്ന് പറഞ്ഞാൽ 0.55, 0.88 ഇതൊക്കെയാണ്. അതായത് x1നും x3നും 0.555ഉം, അതായത് W1ഉം W3യും. W2ന് 8/9, 0.888. അതുപോലെ തന്നെ 4 പോയിൻറ്റിൻ്റെയും വാല്യൂ ആണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത്. അപ്പം ഇന്നത്തെ പോർഷൻ അല്ല, എന്തോ ആണ് ന്യൂമറിക്കൽ ഇൻ്റഗ്രേഷൻ എന്ന് ചെറുതായിട്ടെങ്കിലും പിടികിട്ടി കാണും. അതായത് വലുതായിട്ടുള്ള ആ ഒരു കർവിനെ ചെറിയ ചെറിയ പോയിന്റുകളാക്കി നമ്മളതിനെ ഇത് ചെയ്തിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് നമ്മളതിൻ്റെ എക്സാക്റ്റുള്ള ആൻസറായിട്ട് നമ്മളെടുക്കും. അതിനുപയോഗിക്കുന്ന മെത്തേഡാണ് ഗോസ് ക്വാഡ്രേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ. ഇൻ്റഗ്രൽ ഓഫ് -1 to 1 അല്ലെ I ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് -1 to 1 f of x dx ഈക്വൽ ടു f of x1 W1 പ്ലസ് f of x2 W2 പ്ലസ് അങ്ങനെ കണ്ടിന്യൂ f of xn Wn വരെ അത് കണ്ടിന്യൂ ചെയ്തങ്ങ് പോകും. ഓക്കെ, അത്രയേ ഉള്ളൂ സംഭവം. അപ്പം നമ്മളിത് പഠിച്ചു. ഇതേ ഫൈനൈറ്റ് എലമെൻ്റ് മെത്തേഡിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ക്വാഡ്രിലാറ്ററലായിട്ട് നമ്മളതിനെ ഇത് ചെയ്യും, എലമെൻറ്റുകൾ ഉപയോഗിച്ച് അതിനെ റെപ്രസെൻ്റ് ചെയ്യും, എന്നിട്ട് അതിനെ റെക്റ്റാങ്കുലറായിട്ട് ഇത് ചെയ്യും, എന്നിട്ട് ഇതിൻ്റെ ഫൈനലായിട്ടുള്ള ഇൻ്റഗ്രേഷൻ കണ്ടുപിടിക്കാനായിട്ടാണ് ഗോസ് ക്വാഡ്രേച്ചർ നമ്മൾ ഉപയോഗിക്കുന്നത്. ജസ്റ്റ് ഇത്രയും കൺസെപ്റ്റുകൾ എഴുതി വെച്ചാൽ മതി. എങ്ങാനും ഗോസ് ക്വാഡ്രേച്ചർ ചോദിക്കുവാണെങ്കിൽ. അതിൻ്റെ പ്രോബ്ലം ഉണ്ടോ എന്ന് അറിയില്ല, ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയാം.